അപ്പോൾ ഇതൊരു നമ്മൾ പരമ്പരാഗതമായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് എന്താണോ അതൊക്കെ നമുക്ക് കൈമോശം വന്നു പോകുന്ന ഒരവസ്ഥയാണ്. അപ്പൊ കൈമോശം വന്നു പോകുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇതിനെ സംരക്ഷിച്ചു നിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഞാനിവിടെ ഇപ്പൊ വേദിയിൽ ഇരുന്നപ്പോൾ ദിലീപിനോട് ചോദിച്ചൊരു കാര്യം, ഇതൊരു ചെറുകിട വ്യവസായത്തിനകത്ത് ഉൾപ്പെടുമോ എന്നതാണ്. അപ്പൊ ചെറുകിട വ്യവസായത്തിന്റെ പട്ടികയിൽ ഇത് വരുന്നില്ല എന്ന് വരുമ്പോൾ ഇതൊരു വ്യവസായം തന്നെയാണ്. അപ്പൊ ചെറുകിട വ്യവസായമായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റിയാൽ അതിന്റെ മാനദണ്ഡം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത്ര ജീവനക്കാർ വേണം എന്നൊക്കെ ഉണ്ടോന്ന് എനിക്കറിയാം. പക്ഷെ ചെറുകിട വ്യവസായത്തിന്റെ പരിധിക്കകത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ഘട്ടത്തിൽ ഈ സംഘടന രൂപീകരിച്ച എത്ര വർഷമായി എനിക്കറിയില്ല. പക്ഷെ ഒരു സംഘടിത സ്വഭാവത്തിലേക്ക് വന്നത് ഈ സമീപകാലത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ കാര്യങ്ങൾ കൃത്യമായ ധാരണയോടെ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പിക്കാൻ കഴിഞ്ഞാൽ അതിനകത്ത് കുറെയൊക്കെ മാറ്റം ഉണ്ടാക്കാനും നമ്മൾ ഉന്നയിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നേടിയെടുക്കാനും വേണ്ടി കഴിയും എന്നതൊരു വസ്തുതയാണ്. അതിനൊരു കൂട്ടായ്മ ഈ സംസ്ഥാന സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ ആ തീരുമാനം രേഖാമൂലം തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ മുൻപാകെ എത്തിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതിന് എന്തെങ്കിലും സഹായം എന്റെ ഭാഗത്ത് നിന്ന് ആവശ്യമുണ്ടെങ്കിൽ കുടിവെള്ള ഫാക്ടറിയൊക്കെ തുടങ്ങിയിട്ടാണ്. അത് സിമ്പിൾ ആയിട്ടാണ്. അതിന്റെ പ്രദേശത്തുള്ള ആളുകൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആറ്റപ്പെട്ട സ്ഥലത്ത് പോയിട്ട് അവിടെ ഈ കുടിവെള്ളം അത് കുപ്പിയിലാക്കി വിതരണം ചെയ്യുന്ന നിലയിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നവുമില്ല. അത് നന്നായിട്ട് പോവുകയും പിന്നീട് അവരുന്നായിട്ട് പോവുകയും. അപ്പൊ അത് മാർക്കറ്റിംഗ് മാത്രമാണ് പ്രശ്നം. ഇപ്പൊ സോഡ എന്ന് പറയുന്നതിനകത്തും ഇപ്പോഴുള്ള പ്രശ്നം നിങ്ങൾക്ക് അഭിമുഖീകരിക്കുന്നതാണ്. നിങ്ങൾ തന്നെ ചർച്ച ചെയ്യുന്ന വിഷയമായിരിക്കും. അതിനകത്ത് എനിക്ക് തോന്നുന്നൊരു കാര്യം ഈ മേഖലയിൽ വന്നിരിക്കുന്ന കുത്തകകൾ തന്നെയാണ്. അതിനകത്ത് ആളുകൾക്ക് കുറച്ചും കൂടി വിശ്വാസ്യത ഉണ്ടാകുന്ന നില. ഇപ്പൊ നമുക്കറിയാം, നാട്ടിൻപുറത്ത് നമുക്ക് കിട്ടുന്ന ശുദ്ധമായ ജലവും കുപ്പിയിലാക്കിയിട്ട് അവർ കൊണ്ടുവരുന്ന അത് സോഡ നിലത്തിൽ കൊണ്ടുവരുന്നത് തമ്മിൽ വലിയ അന്തരമുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഏതായാലും അത് നിലനിർത്താൻ സുരക്ഷ വേണം, ജീവനക്കാർക്ക് അതിനാവശ്യമായ കാര്യങ്ങൾ വേണം. അവർ ഒരു തൊഴിലെന്ന നിലയിൽ സ്വന്തമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് അവരുടെ ഉപജീവനത്തിന് ആവശ്യമായ കാര്യങ്ങൾ അതിൽ നിന്ന് ലഭിക്കുന്നില്ല എങ്കിൽ ഇത് പൂർണ്ണമായി നശിച്ചു പോകും എന്ന് നമുക്കറിയാം. അത് ജനവൽക്കരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് ഒഴിവാക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം വെള്ള കമ്പനികളാണ്. നമ്മുടെ വലിയ പല വ്യവസായ സ്ഥാപനങ്ങളും തുടങ്ങി